പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം സ്വന്തം ഭാര്യയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരുത്തനാണ് ഈ കാണുന്നത്. കുടുംബ കലഹത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് ഈ കാണുന്ന അയാളുടെ ഭാര്യയുടെയും മകന്റെയും സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ പണയം വെക്കുകയും ഇത് തിരികെ എടുത്തു നൽകാത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിൽ പ്രകോപിതനായ ഇയാൾ ഭാര്യയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. മർദ്ദനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവരുടെ അമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പിറകിലൂടെ വന്ന് കത്തി ഉപയോഗിച്ച് ക്രൂരമായിട്ട് അവരെ വെട്ടുകയായിരുന്നു. ഇത് തടുക്കാൻ ശ്രമിച്ച മകനെയും വെട്ടി. വീടിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയ കാര്യങ്ങൾക്ക് പോലും വയലേഷൻ അഴിച്ചുവിടുന്ന ഇവനെ പോലെയുള്ളവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം. ഏതായാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സംഗതി ഇങ്ങനെയാണ്. കൊല്ലം ഏരൂരിൽ സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഭാര്യയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഭർത്താവ്. ആയിരനെല്ലൂർ മണലിൽ സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഏരൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:15 ആയിരനെല്ലൂർ വില്ലേജിലെ കല്യാണിമുക്കിന് സമീപമുള്ള നന്ദനം വീട്ടിലായിരുന്നു നാടിനെ നടുക്കിയ ആ ഒരു സംഭവം ഉണ്ടായത്. അപരാധിക്കാരിയുടെയും മകൻ്റെയും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തു നൽകുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വീട്ടിലെ ഹാളിൽ വെച്ച് പ്രതി ഭാര്യയുടെ കഴുത്തിന് കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും നിലത്ത് തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടുമുറ്റത്തെത്തിയ യുവതി മാതാവിനെ ഫോണിൽ വിളിച്ച് വിവരം പറയുന്നതിനിടെ പ്രതി വീണ്ടും മാരക ആയുധവുമായി എത്തിച്ചേരുകയായിരുന്നു. ചൂരൽ ചീകാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് പ്രതി ഭാര്യയുടെ നെഞ്ചിൽ വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ചു. അമ്മയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച ഇളയ മകനും ആക്രമണത്തിൽ പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയുടെ നെഞ്ചിനും കക്ഷത്തിനും താഴെയും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. സംഭവത്തിൽ ഏരൂർ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. പ്രതിക്കെതിരെ വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം.